ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാനുണ്ടല്ലോ രാവിലെ എണീറ്റ് എല്ലാം റെഡിയാക്കി. എനിക്ക് 2 ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു. ആ പനി ഉണ്ടായ ഫസ്റ്റ് ഡേ ആയിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ രാവിലെ തന്നെ വയ്യാണ്ട് എണീറ്റ് മോക്ക് ചോറ് കൊടുത്തിട്ടില്ല. ലഞ്ചിനേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പത്തിലും അതുപോലെ തന്നെ സോയാബീൻ കൊണ്ട് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ എല്ലാം റെഡിയാക്കി മോളെ സ്കൂളിൽ വിട്ടപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ പാടെ തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾ പിന്നെ തിരിച്ചു വന്ന്. അപ്പം സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അന്നത്തെ ദിവസം സ്കൂൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇത് നേരത്തെ അറിഞ്ഞിനെങ്കിൽ ഞാൻ എന്തായാലും രാവിലെ എണീറ്റ് ഇങ്ങനെ പടാപാടം ഇടൂലായിരുന്നു. കാരണം പനിയാണല്ലോ, അപ്പോൾ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ് മിസ് ചെയ്ത പോലെയാണ്. എനിക്ക് ഇൻസ്റ്റയിൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഞാൻ അല്ലെങ്കിൽ ഡെയിലി ഷോർട്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അതങ്ങനെ ബ്രേക്കായി. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സംഭവം വീഡിയോ എടുക്കാനായാലും ഒന്നും ചെയ്യാനില്ല, ഒരു മൈൻഡ് കിട്ടുന്നേ ഇല്ല ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഞാനതിപ്പോൾ ചെയ്യാറുണ്ട്. എനിക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ രാവിലെ ആകുമ്പോൾ എനിക്ക് ഇന്ന് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നൊരു മൈൻഡൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ മൈൻഡ് കംപ്ലീറ്റ് പോയി. 2-3 ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം അതിൻ്റെ ബാക്കിലും ആയി. ഇന്ന് ഞാൻ പത്തിലാണ് ഉണ്ടാക്കണത്. തലേന്ന് തന്നെ ഉമ്മ രാത്രി ചൂടുവെള്ളത്തിൽ വെള്ളം തിളപ്പിച്ച് അരി പൊതിർത്തിയിട്ട് പത്തിലിന് വേണ്ടിയിട്ടുള്ള മാവ് അരച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു മാവിലേക്ക് നമ്മൾ പത്തിരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കും. അത് ബോൾസ് ആക്കിയിട്ടാണ് പത്തിൽ ചുടേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് തന്നെ, മദ്രസ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് തന്നെ മോളെ വിളിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. കുറച്ച് സമയം ആകെ കിട്ടുന്ന ടൈമാണല്ലോ, അപ്പം മോൾ ഉറങ്ങിക്കോട്ട് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിന്. പിന്നെ ഓരോന്നുണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് ലേറ്റ് ആവുമല്ലോ ടൈം. അപ്പം ആദ്യം തന്നെ ഞാൻ സോയാബീൻ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും മസാല ഉണ്ടാക്കുന്നത് പോലെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിട്ട് അപ്പം ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന്. അപ്പോൾ കോഫി കുടിക്കാനായിട്ട് ഇരുന്നിട്ടില്ല, പിന്നെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ജീരകം വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ എനിക്ക് ഈ ഒരു സോയാബീന് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ മസാല ആക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. മോക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അല്ലെങ്കിൽ ആദ്യമൊക്കെ ഇത് കഴിക്കുന്നതോ പൊരിച്ചിട്ട് കഴിക്കുന്നതാണെങ്കിലും എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടാവലില്ല. പക്ഷേ ഇങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ സ്വയം ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പം അതും പത്തിലും നല്ലൊരു കോമ്പിനേഷനാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചോറാണ് ഉണ്ടാക്കൽ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ചോറുണ്ടാക്കും, ഇടയ്ക്കിടയ്ക്ക് നാസ്ത ഉണ്ടാക്കും. അപ്പോൾ മോക്ക് എളുപ്പം തിന്നാൻ എളുപ്പം നാസ്ത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നാസ്ത ഉണ്ടാക്കിയിട്ട് അത് തന്നെയാണ് കൊടുക്കൽ. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞാൻ ചോറ് കൊടുക്കും. ഒരു നേരം ചോറ് കഴിക്കണം എന്ന് പറയും. ഇല്ലെങ്കിൽ എന്താ പറയുക, രാത്രി നെയ്ച്ചോറാണെങ്കിൽ അത് കൊടുക്കും, ഇല്ലെങ്കിൽ ചോറ് കൊടുക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം ആൾക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മോളെ പോയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം പത്തൽ ചുട്ടതിന് ശേഷം മോളെ വിളിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ പറഞ്ഞു നീ ഏതായാലും മോളെ റെഡിയാക്ക്, എന്നിട്ട് നാസ്ത ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. മോളെ കാര്യം എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ സമാധാനമായില്ല വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മോളെ റെഡിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എന്താ വിചാരിച്ച പോലെയല്ല, മോളെ എണീച്ച് റെഡിയാക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കാണ് ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം മോക്ക് കൊടുക്കേണ്ടതും മോക്ക് തിന്നേണ്ടതും കൊണ്ടുപോകേണ്ടതും പത്തിൽ ഉമ്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ മോള് പോയതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ മോളിപ്പോൾ റെഡിയാക്കലാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും അതാപായിട്ട് തോന്നൽ ഈ ഒരു സെൻറ്റർ പാർട്ട് എടുക്കലാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു സൈഡ് കൂടുതലും മറ്റേ സൈഡ് കുറവായിരിക്കും ഉണ്ടാവല്. അപ്പോൾ മുടി കെട്ടുന്ന സമയത്ത് നല്ല ടൈറ്റിൽ എനിക്ക് കെട്ടണം. പക്ഷെ മോക്ക് അത്ര ടൈറ്റ് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ടൈറ്റിൽ കെട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ടാവും കംപ്ലീറ്റ് കൊളായിട്ട് മുടിയൊക്കെ കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവല്. അപ്പം ഞാനത് എനിക്ക് ആ ഒരു നീറ്റ് തന്നെ തിരിച്ചു വരുമ്പോൾ ആ ഒരു നീറ്റ് വേണമെന്നില്ലെങ്കിൽ കുറച്ച് ടൈറ്റിലാണ് കെട്ടി കൊടുക്കൽ. എന്നാലും മോക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ടൈറ്റിലല്ല. അവർക്ക് ഓക്കെ ആവും ചോദിക്കും. ഞാൻ ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ ഓക്കെയാണ് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ കെട്ടിക്കൊടുക്കും. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ ഒന്നും കുടിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ കുറച്ച് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു സിപ്പ് മാത്രം മോള് കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു ഒരു കവിളാണോ ഒരു സിപ്പാണോ എന്നൊക്കെ ആദ്യം ചോദിക്കും. അപ്പം ഞാനൊരു കവിള് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഒരു സിപ്പേ കുടിക്കുമെന്ന് വാശി പിടിക്കും. ലാസ്റ്റ് ഒരു കവിള്
ഏകദേശം ഒരു കവിളൊരു സിപ്പ് അങ്ങനെ കൂട്ടാം, അങ്ങനെ സംഭവം മോള് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓളെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം. അപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ഇനി ഓക്ക് ഫുഡ് കൊടുത്തു. അതുപോലെ തന്നെ അതിന് ശേഷം ഞാൻ ഓക്ക് ഓളെ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കലാണ്. ശരിക്കും പത്തിൽ ചുടുമ്പം കുറച്ച് പണിയാണ് എനിക്ക്. രാവിലെ തന്നെ ആ ഒരു ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയിൽ പത്തിലിനും കുറേ സമയം അവിടെ കാണണ്ടേ വിചാരിച്ചിട്ട്, ഇതിപ്പോൾ രാവിലെ ഓള് പോകുന്നതിന് മുന്നേ ഓക്കിലെ ഫുഡ് ആയതുകൊണ്ട് തന്നെ അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും ചുട്ടെടുക്കണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഇവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി പിന്നെ ഓഫ് ചെയ്ത് പിന്നെയും കത്തിക്കുമ്പോൾ അതത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിന് മുന്നേ പത്തിലുണ്ടാക്കി കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ഇനി പത്തിലുണ്ടാക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു. കാരണം കുറേ ടൈം പത്തിലിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതായിരുന്നു. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, അത് ഓക്ക് വേണ്ടിയിട്ടില്ല ആദ്യം ചുട്ടെടുത്ത് പിന്നെ ഓള് പോയതിന് ശേഷമല്ലേ ബാക്കി ചുട്ടുണ്ടോ. അങ്ങനെ സ്നാക്സിന് ഞാൻ അനാറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ ആക്കി കൊടുക്കണം. പിന്നെ വണ്ടി വരാനും കുറച്ച് ലേറ്റായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലെത്തിയപ്പോൾ അവിടെ നിന്നാണ് സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു സ്ട്രൈക്ക് ഉണ്ടായത്. വണ്ടി അങ്ങോട്ടേക്ക് പോകുന്നേ ഉണ്ടായിട്ടില്ല. അപ്പം ഞാനൊട്ട് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന്, മോൾക്ക് നാളെ സ്കൂളുണ്ടാവോ ഇങ്ങനെ സ്ട്രൈക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മോൾക്ക് സ്കൂളിലുണ്ടാവും, ഇപ്പോൾ അവളതൊന്നും വന്നിട്ടൊന്നുമില്ല. സാധാരണ എല്ലാവർക്കും ലീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളത് രാത്രിയിലേ അറിയാൻ പറ്റും നമുക്ക് ലീവാണോ അല്ലയോ എന്ന്. അങ്ങനെ സ്കൂളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വിട്ടത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ മോള് തിരിച്ചു വന്നത്. അപ്പോൾ എനിക്ക് ആകെ മൂഡ് ഓഫായി, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് സ്കൂളിലെത്തിയിട്ട്. അങ്ങനെ ഞാൻ മാമിനെ വിളിച്ചപ്പോൾ മാം പറഞ്ഞ സംഭവം ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, 3-4 കുട്ടികളുണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ വരത്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ വെച്ച് കൊണ്ടുവിടണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണ്ട, ഇങ്ങോട്ടേക്ക് വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പുറത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ട് എന്തായാലും ലീവ് തന്നെയാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അന്നത്തെ ദിവസം അവർക്ക് പോവാണ്ട് സ്കൂളിൽ പോയതിന് ശേഷം അവർക്കൊരു ലീവ് കിട്ടി. ഇപ്പോൾ പിന്നെ അറ്റൻഡൻസും പോയി. അങ്ങനെ മോള് പോയതിന് ശേഷമാണ് ഞാൻ പത്തിൽ ചുടുന്നത്. നമ്മളുടെ ഈ ഒരു ഓടിൽ ഏകദേശം എൻ്റെ ഒരു പത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ 8 പത്തിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഓരോ സമയത്ത് ഓരോ സൈസിലായിരിക്കും ഉണ്ടാക്കൽ. ശരിക്കും എൻ്റെ ഒരു നോർമൽ പത്തിൽ എന്ന് പറയുമ്പോൾ നേരെ നൈസ് പത്തിരി ആയിരിക്കും എൻ്റെ ഇത് ഉണ്ടാവല്. അപ്പോൾ ചെറിയ സൈസായിരിക്കും. അപ്പോൾ ഓർക്കൊക്കെ എൻ്റെ രാജിക്കാക്കൊക്കെ നൈസ് പത്തിരിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ചുടുന്ന സമയത്ത് ഉമ്മ പറയും, എന്തിന് ഇത്ര നേരിയ പത്തിലുണ്ടാക്കണം, നമ്മളല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് തടിങ്ങനെ ആക്കിക്കോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ തടിങ്ങനെ ചുടുന്ന സമയത്ത് വേഗം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, വേഗം തീരുന്ന പോലെ തോന്നും. കാരണം എന്താ, ചെറുതാക്കുമ്പോൾ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ വലുതാക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഞാനും ഉമ്മയും ചുടുന്നതാണെങ്കിൽ ഞാനിങ്ങനെ ബോൾസാക്കി കൊടുക്കും. എന്നിട്ട് ഉമ്മ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ മാവ് കൂട്ടിയിട്ട് കുറച്ച് തടിങ്ങനെ തന്നെ ചുടും. എനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം നേരിയതായിരിക്കും. പിന്നെ ചില സമയങ്ങളിൽ ഇത് ചുടാൻ പറ്റാത്ത ടൈമിലും വേഗം ചുട്ട് തീർക്കണം എന്നുള്ള മൈൻഡൊക്കെ വരുന്ന സമയത്ത് നല്ല തടിച്ച പത്തിരി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ പത്തിലും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചുട്ട് തീരുന്ന സമയം ആകുമ്പോഴത്തേക്കാണ് മോള് തിരിച്ച് വന്നിട്ടുണ്ടായത്. ഇത് ചുടാൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാനൊന്ന് മോനൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് മോനൊന്ന് റെഡിയാക്കി ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ പത്തിൽ ചുടാൻ വേണ്ടി ഇറങ്ങിയത്. പിന്നെ കിച്ചണിൽ ഞാൻ കുറച്ച് സമയം ബാക്കി പരിപാടികളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കുകയും കറിക്ക് വേണ്ട ഉള്ളി തക്കാളി അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പോയിട്ടൊന്ന് കുറച്ച് സമയം കിടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒട്ടും വയ്യായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ മോള് വന്നുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഉച്ചക്ക് മോൻ ഉറക്കിയതിന് ശേഷം മോളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന്. അപ്പോൾ അന്നത്തെ ദിവസം എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാനും മോളുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ പോക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. വേറെ വീഡിയോസൊക്കെ ആഡ് ചെയ്യണം എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഡെയിലി ഇങ്ങനെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പം ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. പിന്നെ എനിക്ക് അധികം വരുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ്റെ മുടി മുറിക്കുന്ന കാര്യം ആയിട്ടായിരിക്കും. മോൻ്റെ മുടി ഇങ്ങനെ മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇപ്പോഴേ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് പോകണില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ കസിൻ്റെ കല്യാണമൊക്കെ ഉണ്ട്, അതിന് മുറിക്കുമെന്നറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാ അങ്ങനെ മുറിക്കുന്നതാണെങ്കിൽ നോക്കിയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഓൾ.